ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. നോക്കൂ, ഇതാണ് ശംഖുപുഷ്പം. ഇത് നമ്മൾ സാധാരണ കാണുന്ന ശംഖുപുഷ്പമല്ല, ഇതൊരു വെറൈറ്റിയാണ്. നല്ല എതളുകളൊക്കെ, കുറേ എതളുകളുണ്ട് ഇതിൽ. സൂക്ഷിച്ച് നോക്കിയാൽ ഉണ്ടായിട്ട് നിൽക്കണം അല്ലേ. സാധാരണ ആ ശംഖുപുഷ്പമല്ല, കുറച്ചൊരു വെറൈറ്റി ഉണ്ട്. മഴയൊക്കെ പെയ്ത് നല്ല വെള്ളം കിട്ടി നല്ല സുന്ദരിയായിട്ട് ഇതാ പൂത്ത് നിൽക്കുകയാണ്. പ്രകൃതിയിലെ ഈ പ്രതിഭാസങ്ങളൊക്കെ നമ്മളെ പലപ്പോഴും അതിശയിപ്പിക്കില്ലേ. ഇത്രയും നല്ല നിറമൊക്കെ എവിടുന്നാണ് കിട്ടിയേ? ഈ മണ്ണിൽ ഇത്രയും നല്ല നിറച്ചാർത്തുകളൊക്കെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഒന്നും അറിയില്ല. ഇതുണ്ട്, ഇതാണ് ചെമ്പരത്തി. ഇപ്പം നീല നിറമായി, ചുവപ്പ് നിറമായി, ഇനിയുണ്ട് വെള്ള. ഇത് ഗന്ധരാജൻ, കുറച്ച് വാടിയിട്ടുണ്ട്, 2-3 ദിവസമായിട്ട് വിരിഞ്ഞിട്ട്. പക്ഷെ നല്ല സുഗന്ധമാണ് കേട്ടോ, അതിശയിപ്പിക്കുന്ന സുഗന്ധം. ഇതുണ്ടോ പൂക്കൾ, നല്ല ഭംഗിയില്ലേ കാണാൻ. മനോഹരമാണ് പ്രകൃതിയിലെ കാഴ്ചകളൊക്കെ. ഇപ്പോൾ വെയിലൊക്കെ വന്നു, നല്ല മഴ ഉണ്ടായിരുന്നു, വെയിലൊക്കെ വന്നു. നമ്മൾ കുറേ തൈയൊക്കെ നട്ടിട്ടുണ്ട്. മഞ്ഞൾ, കൂവ, ചേന, ചേമ്പ് ഒക്കെ ഉണ്ട്. നല്ലൊരു ഭംഗിയുള്ള കാഴ്ച. പ്രകൃതിയിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ നമുക്ക് മനസ്സിന് വളരെ സന്തോഷം തോന്നും. തെങ്ങിതാ കായ്ച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചയുണ്ട്. നമ്മളെ വീടിൻ്റെ ഉള്ളിലെ ജനാലയിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജനൽ കാഴ്ചകളാണതൊക്കെ. എന്ത് രസമാണെന്നറിയോ, കണ്ടാലും കണ്ടാലും മതിയാവില്ല. പ്രകൃതി ഈശ്വരി നമസ്കാരം.